അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനെയും അമേരിക്കയെയും ലക്ഷ്യം വെച്ചുള്ള നിയമവിരുദ്ധവും അടിസ്ഥാനരഹിതവുമായ നടപടികൾ ICC നടപ്പാക്കിയെന്നാരോപിച്ചാണ് ട്രംപിന്റെ ഈ നടപടി. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അന്വേഷണത്തിൽ സഹായിക്കുന്ന വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് സാമ്പത്തിക വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിൽ ഗസയിൽ നടന്ന യുദ്ധ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ICC അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. അമേരിക്കയും ഇസ്രായേലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗങ്ങളല്ലെന്നും കോടതിയുടെ അധികാരം അംഗീകരിക്കില്ലെന്നും ICCയുടെ നടപടി അപകടകരമായ മാതൃക സൃഷ്ടിച്ചുവെന്നും ഉത്തരവിൽ പറയുന്നു. ബെഞ്ചമിൻ നെതന്യാഹു വാഷിംഗ്ടൺ സന്ദർശിക്കുന്നതിനിടെയാണ് ട്രംപ് ഈ ഉത്തരവിൽ ഒപ്പുവെച്ചത്. അമേരിക്കയുടെ നടപടി ICCയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും മറ്റ് അന്താരാഷ്ട്ര കേസുകളിലുള്ള അമേരിക്കയുടെ ഇടപെടലുകൾക്ക് വിരുദ്ധമാണ് ഈ നടപടിയെന്നും മനുഷ്യാവകാശ സംഘടനകൾ കുറ്റപ്പെടുത്തി. അമേരിക്ക, ഇസ്രായേൽ, ചൈന, ഇന്ത്യ, റഷ്യ എന്നീ രാജ്യങ്ങൾ നിലവിൽ ICCയിൽ അംഗങ്ങളല്ല. 2002 ഒരു അമേരിക്കൻ നിയമം ICC തടങ്കലാക്കിയ അമേരിക്കക്കാരനെയോ അമേരിക്കയുടെ സഖ്യകക്ഷി രാജ്യങ്ങളിലെ പൗരന്മാരെയോ മോചിപ്പിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് അധികാരം നൽകുകയും ചെയ്യുന്നുണ്ട്. 2020 ട്രംപ് ആദ്യ തവണ പ്രസിഡന്റായിരുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കയുടെ യുദ്ധ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ ഉത്തരവിട്ട ICCയുടെ ചീഫ് പ്രോസിക്യൂട്ടർക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. 125 രാജ്യങ്ങൾ അംഗങ്ങളായുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി യുദ്ധ കുറ്റകൃത്യങ്ങൾ, വംശഹത്യ, മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ, അംഗരാജ്യങ്ങളിലെ പൗരന്മാർക്കെതിരായ ആക്രമണം എന്നിവയ്ക്ക് വ്യക്തികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അധികാരമുള്ള കോടതിയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24.